ഇപ്പം രാവിലെ അമ്മമാർ കുളിക്കാനുള്ളവരൊക്കെ ഇരിക്കുക. പങ്കിയമ്മ അവിടെ തൈലമൊക്കെ തേച്ചിട്ട് ഇരിക്കുക. ചായ കുടിച്ചോ? എല്ലാരും തൈലമൊക്കെ തേച്ചിട്ടിരിക്കുവോ കുളിക്കാന് അല്ലയോ സരസമേമേ? തൈലം തേച്ചില്ലയോ? എന്താ പറ്റി? എന്താ പറ്റി രാവിലെ ആതിരക്ക്? തല ഈരിയനാ? എന്തിനാ വഴക്കുണ്ടാക്കുന്ന രാവിലെ? തല ഈരിയനാണോ അമ്മയോട് വഴക്കുണ്ടാക്കുന്നേ? തല ഈരി കെട്ടുണ്ടായോ? പിന്നെങ്ങനാ തല ഈരി പേനയൊക്കെ കൊല്ലണ്ടായോ? ആണോ? ബാ വെയിലത്തൂന്ന് മാറിയിരിക്കും. ബാ എൻ്റെ കൂടെ വാ. ബാ ബാ എൻ്റെ കൂടെ വാ. വെയില് ബാ. അവിടെ ഇരി, അവിടെ ഇരുന്നോ. കുളിച്ചോ രാവിലെ? കുളിച്ചോ? കുളിച്ചോ? പല്ല് കഴിച്ചില്ല. ഞാൻ പല്ല് കഴിച്ചപ്പോഴത്തേക്കാവുന്നല്ല. കുളിച്ചോ? കുളിക്കാൻ 3 മണിയാകുമ്പോ കുളിക്കേണ്ടതാ. 3 മണിക്ക് കുളിക്കണോ? കുളിച്ച് തെളിവായിട്ട് കുടിക്കണം. എവിടെ പോവാ അതിരെ? എവിടെ പോവാ? അമ്മ ഉണ്ടോ? അപ്പുറത്തുണ്ട് അമ്മ. പല്ലിയാക്കാൻ പോവാണോ? പല്ല് വെച്ചില്ലയോ? ചെല പോയി പല്ല് വെച്ചിട്ട് വാ. വഴക്കാളി. അപ്പൊ രാവിലെ ആണ്ട് പോച്ച വിച്ചുകയും മിറ്റം തൂപ്പും ഒക്കെ ഏതാണ്ട് രാധാമണിയമ്മ ഇവിടെ നിന്ന് പോച്ച വെച്ചുന്നുണ്ട്. ഹലോ ചാച്ചൻ. ഭാനുമതിയമ്മ അവിടെ ചെടിയുടെ ഇടയ്ക്കത്തെ പോച്ചയെല്ലാം പിച്ചി കളയുക. പത്തുമണിയായിരുന്നു. നിറച്ച് പുഴു തിന്നെല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ നമുക്ക് കഞ്ഞിയും എന്തെങ്കിലും അസ്ത്രമോ പയറോ ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ചക്കയും തീയലും കഞ്ഞിയുമായിരുന്നു ഇന്ന് രാവിലെ. ഞായറാഴ്ച നമുക്കതായിരുന്നു സ്പെഷ്യൽ. അപ്പം അമ്മമാരെല്ലാം അതിൽ നിന്ന് കുടിക്കും. നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഷീറ്റിൻ്റെ പുറത്ത് വെള്ളം വീഴുന്ന കാരണം നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല പറയുന്നത്. അപ്പം എല്ലാവരുടെയും ബെഞ്ചിൽ അതാത് അവരിയ്ക്കുന്നിടത്ത് പേരൊക്കെ നമ്മളിങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് അനുസരിച്ച് കറക്റ്റായിട്ട് വന്ന് ഇരിക്കും. അതിനാണ് പേരിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടവരുണ്ട്. അത് കഴിഞ്ഞാണ്ട് പാട്ട് വെച്ച് കൊടുക്കും. കാപ്പികൂടിയൊക്കെ കഴിയുമ്പോൾ അവർ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി പഴയ പാട്ടിട്ട് കൊടുക്കും. അപ്പോൾ പാട്ടിങ്ങനെ പെൻഡ്രൈവിലാക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാപ്പികൂടി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതും കേട്ട് എല്ലാവരും ഇരിക്കും. പഴയ പാട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ എല്ലാവരും എന്നെ തന്നെ നോക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ അതാണ്ട് എൻ്റെ ചില കോപ്രായങ്ങൾ. പിന്നെ ഇടയ്ക്കുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. മഴയൊക്കെ ആയത് കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാരെല്ലാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. മഴ ആയത് കാരണം ഇടയ്ക്കുള്ളത് കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ കഴിഞ്ഞതാണ്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ കയറി. ഉറക്കമായി. കുറേ പേരൊക്കെ കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങും. കുറച്ച് പേരൊക്കെ വെളിയിൽ കസാരയിലൊക്കെ ഇരിക്കും. കുറേ പേരൊക്കെ അവിടുന്ന് ബുക്ക് വായിക്കും, പത്രം വായിക്കും, കഥ പറയുകയും. ചിലപ്പോൾ അവിടെ വെച്ച വെളിച്ചെണ്ണത് കണ്ടോ ഉണങ്ങാടോ? അല്ലെങ്കിൽ പോലും പഠിക്കണ്ട. പോലും പഠിക്കണ്ടോ? കണ്ടോ ഉണങ്ങിയ ഓട്ടത്തോടെ വിട്ട് പാട് തന്നെ വ്യാപ്പ് പാടാത്ത കണ്ടോ? അങ്ങോട്ട് തരാം മാജി.
മാജി വൈകിട്ട് എല്ലാവർക്കും അമ്മമാർക്ക് എല്ലാവർക്കും ചായക്കുള്ള ഗ്ലാസ്സൊക്കെ കഴുകി വൃത്തിയാക്കുക. അപ്പം ചായ കുടി സമയമാണ്. എല്ലാവരും ചായ കുടിക്കാനൊക്കെ ഇരുന്ന് നമ്മൾ പുറത്ത് ചായ നമ്മൾ ഇതുപോലെ കസാരയിട്ട് എല്ലാവരും എഴുതി കൊടുക്കും. അതാകുമ്പോൾ അവർ കഥയൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കാൻ നല്ല രസമാണ്. അന്നേരം ചായ കുടി സമയത്ത് അങ്ങോട്ട് ചെല്ലാൻ. അത് കഴിഞ്ഞ് പോച്ച വെച്ചാനായിട്ട് എല്ലാവരും ഇറങ്ങും. കുറേ പേരൊക്കെ ഇവിടെ നിന്ന് കുറേ പേരൊക്കെ പോച്ച വെച്ചിട്ടുണ്ട്. അങ്കവാണിയമ്മ, സരസ്വതി അമ്മ, രാധാമണിയമ്മ, ലക്ഷ്മിക്കുട്ടിയമ്മ അവരൊക്കെ ഇവിടെ ഇരുന്ന് പോച്ച വെച്ചുന്നുണ്ട്. പിന്നെ കുറച്ച് ടീംസ് പുറത്ത് നിന്ന് കഥ പറയുന്നുണ്ട്. അവർ കഥ പറയുന്നവരുണ്ട്, പോച്ച വെച്ചുന്നവരുണ്ട്, മിറ്റം തൂക്കാൻ പോകുന്നവരുണ്ട്. നാരായണിയമ്മയൊക്കെ ഇരുന്ന് കഥ പറയാണ്. പിന്നെ രാധേമ്മ ഗേറ്റിൻ്റെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഡെയിലി മാജി കള്ളപ്പണിയാണ്. മാജി ഓരോ കരിയിലെ തൂത്തെടുക്കുന്നത്. അത് കഴിഞ്ഞുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. രാത്രിയിലത്തെ കഞ്ഞി കൊടുക്കുന്നതും ഒന്നും എടുത്തില്ല. രാത്രി നമുക്ക് കഞ്ഞിയാണ് ഡെയിലി അമ്മമാർക്ക്. അത് കഴിഞ്ഞാണ്ട് കുറേ പേരൊക്കെ അങ്ങ് കിടക്കും. 3-4 പേരേ ഉള്ളൂ സീരിയൽ കാണാനിരിക്കുന്നത്. അപ്പോൾ സീരിയലിൽ ലയിച്ചിരിക്കുന്നവരൊക്കെ കണ്ടാൽ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.